മഹാഭാരതത്തിൽ പ്രസിദ്ധി ആർജിച്ച ഒരു കഥാപാത്രമാണ് ശിശുപാലൻ. ശിശുപാലന്റെ ധാരാളം തെറ്റുകൾ ശ്രീകൃഷ്ണൻ ക്ഷമിച്ചുവെന്നും 100 തെറ്റുകൾ കഴിഞ്ഞപ്പോൾ ശിശുപാലനെ വധിക്കുകയാണ് ഉണ്ടായത്. ശിശുപാലനെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ചേതിരാജ്യത്തിലെ രാജാവ്. ചേതി രാജാവായ ധമഘോഷന് ശ്രുതസ്രവസിൽ ജനിച്ച പുത്രനാണ് ശിശുപാലൻ. വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായിരുന്നു ജയവിജയന്മാർ. ഒരിക്കൽ സനകാദികൾ വിഷ്ണുവിനെ വന്ദിക്കാനായി വൈകുണ്ഠത്തിൽ വന്നു. എന്നാൽ ജയവിജയന്മാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല. കോപിഷ്ഠരായ സനകാദികൾ 3 പ്രാവശ്യം അസുരജന്മം എടുക്കട്ടെ എന്ന് ജയവിജയന്മാരെ ശപിച്ചു. ശാപമോക്ഷം യാചിച്ചപ്പോൾ 3 ജന്മത്തിലും വിഷ്ണുവിനാൽ വധിക്കപ്പെടുമ്പോൾ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് ശാപമോക്ഷവും നൽകി. അവരുടെ ആദ്യ രാക്ഷസ ജന്മം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും, 2ാം ജന്മം രാവണനും കുംഭകർണനും, 3ാം ജന്മം ശിശുപാലനും ദന്തവക്രതനും ആയിട്ടാണ് ഉണ്ടായത്. 3 കണ്ണുകളും 4 കൈകളുമുള്ള ഒരു വികൃത രൂപമായിട്ടാണ് ശിശുപാലൻ ജനിച്ചത്. ഈ വികൃത രൂപം കഴുതയുടെ ശബ്ദത്തിൽ അലറി വിളിച്ചു. ഈ വികൃത രൂപയെ ഉപേക്ഷിക്കാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു. അപ്പോൾ ഒരു ഭൂതം അവിടെ ആവിർഭവിച്ച് ഈ പുത്രൻ വളരെ ബലവാനായി തീരും എന്ന് പറഞ്ഞു. ഒരാൾക്ക് മാത്രമേ ഇവനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തി ഭൂമിയിൽ ജനിച്ചിട്ടുമുണ്ട്. ആരുടെ മടിയിൽ വെച്ചാൽ ഈ കുഞ്ഞിന്റെ അധികമുള്ള അവയവങ്ങൾ നഷ്ടപ്പെടുന്നുവോ അയാളായിരിക്കും ഈ കുഞ്ഞിന്റെ അന്തകൻ എന്ന് പറഞ്ഞ് ഭൂതം പറഞ്ഞു. ചേതി രാജധാനിയിൽ ജനിച്ച ഈ വികൃത ശിശുവിന്റെ കാര്യം നാട് മുഴുവൻ അറിഞ്ഞു. പലരും കുഞ്ഞിനെ കാണാൻ വന്നു. ചേതി രാജാവ് ഭൂതത്തിന്റെ പ്രവചനം അറിയാനായി കുഞ്ഞിനെ കാണാൻ വന്നവരുടെ എല്ലാം മടിയിൽ കുഞ്ഞിനെ കിടത്തി നോക്കി. ശിശുപാലന്റെ മാതാവായ ശ്രുതസ്രവസ് ശ്രീകൃഷ്ണന്റെ അച്ഛനായ വസുദേവരുടെ സഹോദരിയായിരുന്നു. കുട്ടിയെ കാണാൻ ശ്രീകൃഷ്ണനും വന്നു. ശ്രുതസ്രവസ് കുഞ്ഞിനെ കൃഷ്ണന്റെ മടിയിൽ കിടത്തി. ഉടനെ തന്നെ ശിശുവിന്റെ അധികരിച്ച 2 കൈകളും 3ാമത്തെ കണ്ണും അപ്രത്യക്ഷമായി. കൃഷ്ണൻ തന്നെയാണ് ശിശുപാലന്റെ ഘാതകനെന്ന് തീർച്ചയായി. തന്റെ പുത്രനെ ഒരിക്കലും വധിക്കരുതെന്ന് ശ്രുതസ്രവസ് കൃഷ്ണനോട് കരഞ്ഞപേക്ഷിച്ചു. ശിശുപാലന്റെ 100 തെറ്റുകൾ പൊറുക്കാമെന്ന് കൃഷ്ണൻ ശ്രുതസ്രവസിന് വാക്കുകൊടുത്തു. ശിശുപാലൻ വളരെ ശക്തനായ രാജാവായി. എന്തനീതി നടത്തുവാനും തെല്ലും മടിയില്ലാതെ ധിക്കാരിയായിട്ടാണ് ശിശുപാലൻ ജീവിച്ചത്. ശിശുപാലൻ വസുദേവരുടെ യാഗാശ്വത്തെ അപഹരിച്ചു. ബബ്രുവിന്റെ ഭാര്യയെ മോഷ്ടിച്ചു. അമ്മാവനായ വിശാല രാജാവിന്റെ പുത്രിയെ അപഹരിച്ചു. അങ്ങനെ നിരവധി ദുഷ്കൃത്യങ്ങൾ ചെയ്തെങ്കിലും ശ്രുതസ്രവസിന് കൊടുത്ത വാക്ക് മാനിച്ച് കൃഷ്ണൻ അവയെല്ലാം ക്ഷമിച്ചു. അവസാന രംഗം യുധിഷ്ഠിരന്റെ രാജസൂയജ്ഞമായിരുന്നു. ശ്രീകൃഷ്ണനെ അഗ്രാസനസ്ഥനാക്കിയതിൽ ശിശുപാലൻ എതിർപ്പ് പ്രകടിപ്പിച്ചു. മാത്രമല്ല ഭീഷ്മരെയും ദ്രോണരെയും ആക്ഷേപിച്ച് പോരിന് വിളിച്ചു. കൃഷ്ണന്റെ ക്ഷമയേറ്റു. താൻ ശ്രുതസ്രവസിന് കൊടുത്ത വാക്കുപ്രകാരമുള്ള 100 തെറ്റുകൾ ക്ഷമിച്ചു കഴിഞ്ഞെന്നും ഇനിയും ശിശുപാലൻ ക്ഷമ അർഹിക്കുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ സുദർശന ചക്രത്തെ ശിശുപാലന്റെ നേർക്കയച്ചു. ചക്രം ശിശുപാലന്റെ കണ്ഠം മുറിച്ചു. സനകാദികളുടെ ശാപപ്രകാരം 3ാം ജന്മമെടുത്ത 2 ആളിൽ ഒരാളുടെ ജീവിതം അങ്ങനെ കഴിഞ്ഞു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്തരത്തിലുള്ള മഹാഭാരത പുരാണ കഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത കഥയിലേക്ക് എനിക്ക് പ്രചോദനമാവട്ടെ.